ഒന്നേ എവിടെ പോയിട്ട് വരുന്നു? മകനെ ഒന്ന് കാണാൻ പോയതാ. ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അമ്മമാര് മക്കൾക്ക് ശത്രുക്കളല്ലേ. അവൻ പോരാന്ന് വെച്ചാലും അവളൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഈ അവസ്ഥയില് അവൻ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്ന നല്ലത്. അതെന്താ പിന്നെ ഞാൻ വല്ല പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ? അപ്പൊ ലക്ഷ്മിയമ്മ ഒന്നും അറിഞ്ഞില്ലേ? എന്ത് ഇതറിയാൻ ഈ ഭൂമി മലയാളത്തില് സേതുലക്ഷ്മി മാത്രമേ ബാക്കിയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നില്ലേ ഒരുത്തി? അവള് മഹാപിഴയാ. ലക്ഷ്മിയമ്മയ്ക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്ന നാട്ടിലൊക്കെ സംസാരം. ആ ശേഖരൻ മാഷുമായിട്ട് അവർക്ക് എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന് പറയണേ. പറച്ചില് മാത്രമല്ല, നിരത്ത് മുഴുവൻ പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് ചോറിൽ നോക്കിയാൽ കാണാം ഓരോരോ കഥകൾ. നിങ്ങളല്ല അവളെയൊക്കെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കൂ. മാനാഭിമാനമായിട്ട് ജീവിക്കുന്നവർക്ക് കൂടെ താമസിപ്പിക്കാൻ പറ്റിയ വർഗമല്ല. നമ്പൂതിരിപ്പെണ്ണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നാണം വേണ്ടേ? നാണം. അതെ, ഇതൊക്കെ സത്യമാണോ? പിന്നല്ലാതെ ഞങ്ങളെന്താ ഊഹിച്ച് പറയാ? നിങ്ങളോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കേട്ടോ അവളെ? ഗർഭുണ്ടെന്നാ കേട്ടത്. എഞ്ചെങ്ങാനും വീട്ടിലായിരുന്നെങ്കിൽ ചാണകത്ത് ചൂഴി മുക്കി അടിച്ചിറക്കി പുണ്യായം നടത്തി ശുദ്ധിവാസം നടത്തിയേ. അല്ല, ഞങ്ങൾ അറിഞ്ഞ വിവരം പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നും ചെന്ന് ചോദിക്കാൻ നിൽക്കണം അല്ലേ? അയ്യേ, എടി ഇപ്പൊ ഇറങ്ങിക്കൊള്ളുക. ഇവിടെ തോന്നിയ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, വിസ്തരിക്കണ്ട. വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഓരോരുത്തരുടെ വരവും പോക്കും. അന്നേ ഞാൻ പറഞ്ഞതാ ഇതൊന്നും ഇവിടെ നടത്തില്ലാന്ന്. പൊയ്ക്കോ, ഇറങ്ങി പൊയ്ക്കോ. ഈ രാത്രി എവിടെ പോയാലും വേണ്ടില്ല, എനിക്കതൊന്നും അറിയണ്ട. ഇറങ്ങിക്കൊള്ളുക. നാണക്കേട് കാരണം ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നിന്റെയൊക്കെ തോന്നിയത്രേ ഞാനും കൂടി കൂട്ടി നിൽക്കാറുന്ന ആളുകൾ പറയണത്. ഇറങ്ങിക്കൊള്ളുക.